പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രസന്നനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ, കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ കണ്ണീനിരുകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോൻപ് പകുതി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ പീഡാനുഭവ കാലങ്ങളിലേക്ക് പതുക്കെ പതുക്കെ പ്രവേശിക്കുകയാണ്, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും. നമ്മളെ ഒത്തിരി കഥാപാത്രങ്ങളെ ഇവിടെ കണ്ടുമുട്ടുന്നുണ്ട് പീഡാനുഭവകാലത്തിൽ. അതിൽ എൻ്റെ ശ്രദ്ധയെ വല്ലാതെ പിടിച്ചു പറ്റിയിരിക്കുന്ന ഒരാളാണ് ക്ലോഡിയ. ക്ലോഡിയ ആരാണ്? പിലാത്തോസ്, ഗവർണർ പിലാത്തോസിൻ്റെ വൈഫാണ്. കർത്താവിനെ യഹൂദന്മാർ പിടിച്ച രാത്രിയിൽ ക്ലോഡിയയ്ക്ക് ഒരു ദർശനം ഉണ്ടാകും. കർത്താവിനെ വിസ്തരിക്കുന്നതിൻ്റെ സമയത്ത് ക്ലോഡിയ ആ ദർശനത്തെ സംശയിക്കാതെ ആ സ്വപ്നത്തിൽ ദൈവപദ്ധതി വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് റഷ് ചെയ്ത് വന്ന് പിലാത്തോസിനോട് പറയും, അത് നീതിമാനായ മനുഷ്യനാണ്, ആ നീതിമാനായ മനുഷ്യൻ്റെ മേൽ കൈവെക്കരുത്, എനിക്ക് അദ്ദേഹം മൂലം സ്വപ്നത്തിലേറെ ക്ലേശമുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, അത് ഒന്ന്, ഇന്ന് ആൾക്കാരെ തള്ളിക്കളയണല്ല. അതെനിക്ക് തോന്നിയായിരിക്കും. ഇന്നും ദൈവം മനുഷ്യനോട് സ്വപ്നത്തിലൂടെയും ദർശനങ്ങളിലൂടെയും ഇൻസിഡൻസിലൂടെയും ഇത് മാത്രം കമ്മ്യൂണിക്കേഷനാണ് വരണത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ 1 or 2 തള്ളിയാൽ പിന്നെ ആ വ്യക്തിയോട് ദൈവം കമ്മ്യൂണിക്കേഷനിലൂടെ സംസാരിക്കത്തില്ല. കാര്യം കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കണമെങ്കിൽ ഒരു വിശ്വാസ നിലവാരം ഉണ്ടാകണം. നിലവാരം മാത്രമല്ല, ഒരു ദൈവസ്നേഹ നിലവാരം ഉണ്ടാകണം. അതായത് ആദ്യകാലം, ഇപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടേ, എനിക്ക് 2ാം ക്ലാസ്സിൽ വെച്ച് ഭയങ്കര പനി വന്നു. അപ്പോൾ ഞാനാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്താണ് പനി കൂട്ടിയത്. രാവിലെയൊക്കെ എനിക്ക് നല്ല പനി ഉണ്ട്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, കുഞ്ഞുനാളെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും ഓർക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അപ്പനോട് പറയാം, എന്തുണ്ടായാലും ഞാൻ അപ്പനോട് പറയും. അപ്പം പാടില്ല ചോന്ന് പറയും. അപ്പം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അന്നൊക്കെ ആശുപത്രിയൊന്നുമില്ല. പിന്നെ ആശുപത്രി പോകണമെങ്കിൽ ഒരു വള്ളക്കാരനെ വിളിക്കണം. വള്ളവും പിന്നെ അന്നൊക്കെ ആൾക്കാർ എന്തെങ്കിലും ക്ഷീണം കൂടുമ്പോൾ വള്ളവും ആളും പിടിക്കാനേ പറയത്തുള്ളൂ. ഇന്നിപ്പോൾ വണ്ടി പിടിക്കാനല്ല പറയണത്. ഞങ്ങളുടെ നാട്ടിൽ വള്ളവും, കാരണം മുഴുവൻ തോടുകളാണ്, റോഡില്ല താനും. അപ്പോൾ ആൾക്കാർ വള്ളത്തിലാണ് പോകണം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര പണിയാണ്. ചിലപ്പോഴും വള്ളത്തിൽ പോയി കുത്തി പകുതിയാകുമ്പോൾ തന്നെ ആൾ മരിച്ചിട്ട് വള്ളം തിരിച്ചു തന്നെ കാണാം. ഓരോരോ കാലം, ആ കാലമൊക്കെ നോക്കുമ്പോൾ എന്തുമാത്രം മാറി നമ്മൾ.
അപ്പം ഞാൻ അപ്പനോട് ഞാൻ കിടന്നു പോയി, തീരാത്ത അവസ്ഥയായിപ്പോയി, പൊങ്ങാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ രാത്രി ഒരു സംഭവം ഉണ്ടായി. രാത്രി ഒരു കുതിര പുറത്തൊരു മനുഷ്യൻ വന്ന് എൻ്റെ തലയിട്ട് ചവിട്ടി. കുതിര കൊണ്ട് 2-3 ചവിട്ടി. അപ്പോൾ ഞാൻ പേടിച്ച് എഴുന്നേറ്റ്. എന്നിട്ട് ഞാൻ കിടന്ന്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ പനിയൊന്നുമില്ല. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞ്, അപ്പാ ഇന്നലെ കുതിരപ്പുറത്തൊരാൾ വന്നായിരുന്നു, ആ കുതിര കൊണ്ട് അയാൾ എന്നെ ചവിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ കണ്ണ് നിറഞ്ഞ പോലെ എന്നെ നോക്കി. എന്താ കാര്യം വെച്ചാൽ ഞങ്ങളുടെ ഫൊറോണ പള്ളി മനക്കുടം പള്ളിയാണ്. അവിടെയാണ് ഏറ്റവും വലിയ ആൾക്കാരൊക്കെ പോണ തീർത്ഥാടനം പോലെ. അത് പുരാതനമായ പള്ളിയാണ്, 9-ാം നൂറ്റാണ്ടിലുള്ള പള്ളിയാണ്. അത് ഫൊറോണ പള്ളിയാണ്. അപ്പോൾ ആൾക്കാർക്ക് അതിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് മനക്കുടം എന്ന പേര്. ഞാൻ അവിടെയാണ് ആദ്യം വികാരിയായിട്ടിരുന്നത്, അസിസ്റ്റൻ്റായിട്ടും പിന്നെ വികാരിയായിട്ടിരുന്നത്. അപ്പോൾ ആ പള്ളിയിൽ പുണ്യാളനുള്ളത് ഗീവരസ് പുണ്യാളനാണ്. അപ്പം അപ്പൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അക്കാലങ്ങളിലൊക്കെ ഏറ്റവും അടുത്തത് അതാണ്. അതുകൊണ്ട് അപ്പം പറഞ്ഞു, പുണ്യാള കൊച്ചിന് അസുഖമാണ്, ഞാനെവിടെ പോകാനാണ്. അപ്പം ഞാനെവിടെ പോകാനാണ് ചോദിച്ചതിനാണ് പുണ്യാളൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ ജീവിച്ച ഒരു തലമുറ ഉണ്ടായിരുന്നു നമുക്ക്. ഇന്ന് ആ തലമുറ കാലഹരണപ്പെട്ടു പോയി. ഇന്ന് പുണ്യാളം വന്ന് ചവിട്ടിയാൽ പിള്ളേർ പറയത്തില്ല. അതിന് വിശ്വാസം ഉണ്ടാകണം, അതിനൊരു വിശ്വാസം ഉണ്ടാകണം. ആ പുണ്യാളിൻ്റെ അടുത്ത് പറയണമെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാകണം. അത് വളരെ പ്രാക്ടിക്കൽ ഫെയ്ത്താണ്. ഇന്നിപ്പോൾ പഠനമൊക്കെ കയറിയപ്പോൾ ദൈവം അങ്ങനെ ചെയ്യുമോ, പിന്നെ ഓരോരുത്തരെയും തലക്ക് നിന്ന് ചവിട്ടാൻ പോകുകയല്ലേ, ഇതൊക്കെ ചുമ്മാ തോന്നിയതാണെന്നൊക്കെ പറയും. അങ്ങനെ പറയണത് നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാരെ ദൈവത്തിന് മാറ്റാറില്ല. പിന്നെ അതായത് ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണുമെന്നേ പറയണം. അതുകൊണ്ട് എനിക്ക് പറയണത് അവഗണിക്കരുത്. ദൈവിക കാര്യം ക്ലോഡിയ അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആളാണ്. മത്തായി 27:19 മാത്രമല്ല അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ പിലാത്തോസ് ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് ആളയച്ചറിയിച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നാ ഇടപെടരുത്. അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു. അപ്പൊ ക്ലോഡിയ സ്വപ്നം വിശ്വസിച്ചു, പക്ഷെ പീലാത്തോസും വിശ്വസിച്ചു. പക്ഷെ അധികാരം ആക്രാന്തവും കാരണം അദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ട് എന്ത് ചെയ്ത്, ക്ലോഡിയ പറഞ്ഞ വാക്കുകൾ കേട്ടു, ജനം പറഞ്ഞ വാക്കുകൾ കേട്ടു, രണ്ടും കേട്ടു. ജനം പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് പുള്ളി കസേര ഉറപ്പിച്ചു. അല്ലെങ്കിൽ ജനം പോയി റിപ്പോർട്ട് ചെയ്യും സീസറിൻ്റെ അടുത്ത്. സീസറിൻ്റെ ഗവർണറല്ല ഇയാൾ. ജനം ഇയാൾക്കെതിരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സീസർ ഇയാളെ മാറ്റിയിട്ട് വേറെ ആളെ വെക്കും. അതുകൊണ്ട് സീസറിനെ അയാൾ കേൾക്കേണ്ടി വരും. ജനത്തിനെ അയാൾ കേട്ടു, ക്ലോഡിയനെ അയാൾ കേട്ടു. എന്താ അതുകൊണ്ടാണ് കൈ കഴുകണത്. പിലാത്തോസ് കൈ കഴുകാൻ കാര്യം എന്താ? ക്ലോഡിയ പറഞ്ഞിട്ടാണ്. ഈ മനുഷ്യൻ നീതിമാനാണെന്ന് പറഞ്ഞു. അതാണ് അയാൾ പറയുന്നത്, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. മത്തായി 27:24 അവനെ ക്രൂശിക്കുക, ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. അതാണ് വിഷയം. ഈ നീതിമാൻ എന്ന് പറഞ്ഞത് ആരാണ്? ക്ലോഡിയാണ് പറഞ്ഞത്. അപ്പം ക്ലോഡിയ പറഞ്ഞത് അയാൾ വിശ്വസിച്ചതല്ല എൻ്റെ അർത്ഥം. ക്ലോഡിയയുടെ സ്വപ്നത്തെ ക്ലോഡിയ വിശ്വസിച്ചു. ക്ലോഡിയ പറഞ്ഞത് പീലാത്തോസ് വിശ്വസിച്ചു. പക്ഷെ വിശ്വസിച്ചെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടത്തില്ല. എന്താ കാര്യം? വിശ്വാസം പ്രയോജനപ്പെടണമെങ്കിൽ അത് പ്രവർത്തികളിലൂടെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഹെബ്രായർ പറയണത്, ഹെബ്രായർ 4:2 അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം പീലാത്തോസ് കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. വിശ്വസിച്ചു എന്ന് പറഞ്ഞാലേ, വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ
പ്രവർത്തികൾ വേണം. കസേര പോകാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ, അതായത് കസേര പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കർത്താവിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. വിശ്വസിച്ചു, പക്ഷെ പ്രവർത്തിച്ചത് മറിച്ചായിപ്പോയി. ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. എല്ലാവർക്കും ഉണ്ടാൻ പറ്റുന്ന സംഭവമാണ്. എല്ലാവരും വിശ്വസിക്കും, പക്ഷേ പ്രവർത്തികൾ മറിച്ചായിപ്പോയി. ഇത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ്. കാര്യം ഇതിനുള്ള മാർഗ്ഗത്തിലേ ഉള്ളൂ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് ഈശോ പറഞ്ഞില്ലേ? ഇങ്ങനൊരു സിറ്റുവേഷനിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് പറ്റത്. ഈ പിലാത്തോസ് ഇങ്ങനൊരു അവസ്ഥ ചെന്ന് ചാടിയതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അവസാനം പിലാത്തോസ് ആത്മഹത്യ ചെയ്യണതേ. പിലാത്തോസ് ചരിത്രം അവസാനിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. സങ്കടകരമായൊരു അവസ്ഥയാണത്. അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നന്മകൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ്, പക്ഷേ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പ്രൊട്ടക്ഷൻ പോയി, സംരക്ഷണം പോയി. നോട്ട് ദ പോയിന്റ്. സിസ്ലി ജോസഫ്, കോതമംഗലം രൂപത കരിമണ്ണൂർ ഇടവക അംഗമാണ്. ഞാൻ 2019 ഡിസംബർ 22 തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 5 നിയോഗങ്ങളാണ് ഞാൻ ഉടമ്പടിയിൽ വച്ചിരുന്നത്. എൻ്റെ മോളുടെ കുടുംബ പ്രശ്നം മാറിക്കിട്ടാൻ വേണ്ടിയായിരുന്നു ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത്. 8 വർഷമായി അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ട് അവർ പിരിഞ്ഞു കഴിയുകയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷവും വിവാഹമോചനത്തിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷവും ഒരു പ്രാവശ്യം കോടതിയിൽ പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും കൊറോണ വന്നു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഉടമ്പടി ധ്യാനത്തിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഞാൻ മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈ 28 അപ്പോൾ അതിന് മുമ്പ് ഒരു അനുഭവം തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ജൂലൈ 6 തീയതി ആയപ്പോഴത്തേക്കും മരുമകൻ വിളിച്ചു. അത് കഴിഞ്ഞ് അവർ രമ്യതയിലായി. ഡിസംബർ 30 തീയതി കേസ് പിൻവലിച്ചു. ഈ മാസം അവസാനം അവൻ USA അവൻ ഈ മാസം അവസാനം വരികയും മോളെയും കുഞ്ഞിനെയും കൂട്ടി അടുത്ത മാസം ആദ്യം പോകാനും വേണ്ടി അമ്മ അനുഗ്രഹം തന്നു. എൻ്റെ 2ാമത്തെ നിയോഗം, എനിക്ക് 1 വർഷമായിട്ട് ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുകയായിരുന്നു. കത്തി വെച്ചും ഒക്കെയാണ് മാന്തിക്കൊണ്ടിരുന്നത്. അതിവിടെ നിന്ന് ഉടമ്പടിയിൽ കിട്ടിയ തൈലം ഉപയോഗിച്ച് വിശ്വാസപ്രമാണോ സ്വർഗസ്ഥനായ പിതാവേ നന്മ പറഞ്ഞവരെയും ചൊല്ലും ഉപ്പ് വെള്ളത്തിലിട്ട് കുളിച്ചതിൻ്റെ ഫലമായിട്ട് ഒരാഴ്ചക്കകം എൻ്റെ ആ ചൊറിച്ചിൽ കിട്ടി. പിന്നെ ഇവിടെ ഭയങ്കര ഭാരത്തോടെയാണ്, മനസ്സിന് ഭയങ്കര ഭാരത്തോടെയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ അമ്മയുടെ രൂപം എനിക്ക് പിടിക്കാൻ കിട്ടി. അതോടെ എനിക്ക് ഒത്തിരി ശാന്തതയും സമാധാനവും എൻ്റെ ഹൃദയത്തിനുണ്ടായി. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വലിയൊരു സാക്ഷിയാണ്. എങ്ങനെയാണ് കൃപാസനത്തെ പറ്റി അറിഞ്ഞത്? കോതമംഗലത്ത് നിന്നല്ലേ വരുന്നത്? അതെ. പറഞ്ഞോ, എങ്ങനെയാണ് കൃപാസനത്തെ പറ്റി അറിഞ്ഞത്? പത്രം കിട്ടി, പിന്നെ അവിടെ സാക്ഷ്യം കിട്ടിയവരുണ്ട്. അവരെന്നോട് പറഞ്ഞു അവിടെ പോയാൽ ശരിയാവും നിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു. വലിയൊരു സാക്ഷ്യമാണ്. ഈ അമ്മയുടെ മകളാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. ആ മകൾക്കൊന്ന് ഫോൺ മൈക്ക് കൊടുത്തേ. എന്തായിരുന്നു അനുഭവം? കൃപാസനത്തിൽ അമ്മയാണല്ലോ വന്ന് ഉടമ്പടി. അന്ന് മകൾ വന്നിരുന്നു. മൈക്ക് അടുപ്പിച്ച് വെച്ചാൽ അങ്ങോട്ട് നോക്കി പറഞ്ഞു. ഞങ്ങളാകെ തകർന്നാണ് ഇവിടെ എത്തിയത്. മാതാവാണ് ഏക ആശ്രയം ഇനിയുള്ളൂ എന്നാണ് അങ്ങനെ പ്രാർത്ഥിച്ച് ഒത്തിരി വിഷമിച്ചാണ് ഇവിടെ വന്നത്. ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം ഇവിടെ അതിനു മുമ്പ് വരണമെന്ന് വിചാരിച്ചു. ഒത്തിരി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റിയത്. ഇവിടെ വന്നപ്പോൾ മാതാവിനെ അമ്മയ്ക്ക് കിട്ടി. അപ്പോൾ തന്നെ ഒരു വലിയൊരു ആശ്വാസമായി. പിന്നെ ഇവിടുത്തെ ഉടമ്പടി അമ്മ 5 നിയമങ്ങളാണ് വെച്ചത്. അതിൽ ഒരെണ്ണം മാതാവിന് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 5 നിയമങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ ഞങ്ങൾ പ്രാർത്ഥനകൾ ചൊല്ലുകയും, അതുപോലെ അമ്മയ്ക്ക് ഷുഗറുണ്ട് എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എടുക്കാൻ മാതാവ് അനുഗ്രഹം തന്നു. കൂട്ടത്തിൽ ഞാനും അമ്മയുടെ കൂടെ ഉപവാസം എടുക്കും. അപ്പോൾ അതിന് അമ്മ ഒത്തിരി അനുഗ്രഹം തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞ അനുസരിച്ച് കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാനും, അതുപോലെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഞങ്ങൾ ഇപ്പോഴും മുടങ്ങാതെ
പ്രാർത്ഥന കൂടുന്നുണ്ട്, അച്ഛൻ്റെ പ്രാർത്ഥന കൂടുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഇപ്പോഴും വലിയൊരു ആശ്വാസമാണ്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഉപ്പും തൈലവും ഒക്കെ അമ്മ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചു തരും. അങ്ങനെയൊക്കെ ആണ് ഞങ്ങൾക്ക് എനിക്ക് ഒത്തിരി വിഷമം വരുമ്പോൾ അമ്മ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ തൈലം അമ്മ എനിക്ക് ഓരോ തുള്ളി കയ്യിൽ പ്രാർത്ഥിച്ചിട്ട് തരും. അത് കുടിക്കുമ്പം എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നത്. മാതാവ് തന്നെ അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് മുമ്പായിട്ട് ഒരു അനുഭവം തരണേന്നാണ് അമ്മ പ്രാർത്ഥിച്ചത്. ഡേറ്റ് ഇട്ട് ജൂലൈ 28 അതിന് മുമ്പായിട്ട് തന്നെ മോളുടെ അപ്പം വിളിച്ചു. അതിനുള്ള സാഹചര്യം മാതാവ് ഒരുക്കി തന്നു. ഈ 7 വർഷവും ഫോൺ വിളിക്കാറില്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. USA-ലാണ് ഹസ്ബൻഡ്. 2 വർഷമായിട്ട് USA-ലാണ്. ആൾ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വലിയൊരു സാക്ഷ്യമാണ്. നമ്മൾ നേരിട്ട് ഈ കുടുംബത്തിൽ നിന്ന് ശ്രവിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ട് നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലായിരിക്കാം ഇവർ അകന്നു കഴിയുകയായിരുന്നു. ഫോൺ വിളിക്കുക പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, അതിൽ ഒരു നിബന്ധന എന്ന് പറയുന്നത് 6 നിബന്ധനയുണ്ട്. അതിലൊരു നിബന്ധന എന്ന് പറയുന്നത് ഉടമ്പടി ധ്യാനം കൂടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഈ അമ്മ കേട്ടു, ഒരു ജോസഫ് അച്ഛനിലൂടെ ഒരു വാക്ക് കേട്ടു, നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. കാരണം അച്ഛൻ അങ്ങനെ പറയാൻ കാരണം 2004 ഡിസംബർ 7 പരിശുദ്ധ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് കൃപാസന അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം സമയ സന്ദർഭങ്ങളുടെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള ആളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് അച്ഛന് വെളിപ്പെടുത്തി കൊടുത്ത വലിയൊരു സന്ദേശമായിരുന്നു. അതനുസരിച്ച് ഈ അമ്മ ഈ കുഞ്ഞുമകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈ 28 ആയിരുന്നു. അപ്പോൾ ജൂലൈ 28 ഡേറ്റിന് മുമ്പ് എൻ്റെ ജീവിതത്തിലും ഈ മകളുടെ വിഷയത്തിൻ്റെ മേലൊരു അത്ഭുതം ഉണ്ടാകണമേ എന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. അത് അമ്മ നടത്തിക്കൊടുത്തു. USA-യിൽ നിന്ന് കോള് വന്നു. ഇപ്പോൾ ഓഗസ്റ്റിന് ഇവർ എന്നാണ് തിരിച്ചു പോകുന്നത്? ഓഗസ്റ്റ് 4 ഇപ്പോൾ അവർ ഫാമിലിയായിട്ട് സെറ്റിലാകാൻ വേണ്ടി USA-യിലോട്ട് പോവുകയാണ്. വലിയൊരു സാക്ഷ്യമാണ്. കാരണം അമ്മ കൂടെ നിന്നാണ് ഈ കുടുംബത്തെ സന്ധിച്ച് കൂടെ നിർത്തിയത്. പുറപ്പാട് 33:14 തിരുവചനം. ഉടമ്പടി എടുക്കുന്ന വ്യക്തികളുടെ ഭവനത്തിലേക്ക് ദൈവം കൂടെ കടന്നു വന്നാണ് അത്ഭുതങ്ങൾ നടത്തിത്തരുന്നുള്ള വലിയൊരു അടയാളമാണ് ഈ സാക്ഷ്യം. ഒരിക്കൽ കൂടി കുടുംബം തകർന്ന് ഇതേപോലെ ഒറ്റപ്പെട്ട് നിസ്സാര പ്രശ്നങ്ങളുടെ മേലൊക്കെ അകന്നു കഴിയുന്ന ഒത്തിരി ദമ്പതികൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട്. അനേകായിരം മക്കളാണ് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പൊന്നു യേശുവിലും മാതാവിലും കൃപ നിറഞ്ഞു വന്നിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ വന്ന് ഈ പുണ്യ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനുള്ള യാതൊരു അർഹതയും പേഴ്സണലി ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. എന്നെ എൻ്റെ കുടുംബത്തെ മാറ്റിമറിച്ച് ഇത്രയും വലിയ സാക്ഷ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ പൊന്നു മാതാവിനും കർത്താവിനും ആദ്യം തന്നെ സ്തുതി. പൊന്നു യേശുവേ നന്ദി, മാതാവേ നന്ദി, ആവേ മറിയ. എൻ്റെ ആദ്യത്തെ അനുഭവം, ഞാനിവിടെ ഈ പുണ്യഭൂമിയിൽ, എൻ്റെ പേര് ആൽബർട്ട് ഫെർണാണ്ടസ്, ഞാൻ തത്തമ്പള്ളി ഇടവക ആലപ്പുഴയിൽ നിന്നാണ്. ഞങ്ങൾ 23 വർഷങ്ങളായിട്ട് ഡൽഹി, ബോംബെ, ഹൈദരാബാദ് എന്ന സ്ഥലങ്ങളിൽ എൻ്റെ ജോലി സംബന്ധമായിട്ട് കുടുംബമായിട്ട് താമസമാണ്, സെറ്റിലല്ല. എൻ്റെ മദർ ഇവിടെ ഗ്രീൻ ഗാർഡൻസിൽ, ഇവിടെ അടുത്താണ് ആശുപത്രി. ക്യാൻസറിന് 8 വർഷം പുള്ളി സ്റ്റേജ് 4 ക്യാൻസർ സർവൈവ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റിൽ അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കൃപാസനത്തിൽ വരാൻ ഉള്ള കൃപ ലഭിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട്, പ്രാർത്ഥിക്കുമെങ്കിലും ഉടമ്പടി എന്താണെന്നോ ഉടമ്പടി ജീവിതം എന്താണെന്നോ ഒരറിവുമില്ലാത്തൊരു വ്യക്തിയും ഒരു കുടുംബവുമായിരുന്നു ഞങ്ങളുടേത്. മമ്മി ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ആശുപത്രിയിൽ കിടക്കുന്ന അവസ്ഥയിൽ ഒന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഹൈദരാബാദിൽ നിന്ന് ഇവിടെ വരുന്നത്. അങ്ങനെയാണ് ഇവിടെ മാരാരിക്കുളത്ത് എൻ്റെ മദറിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് ഞാനന്ന് രാത്രി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഇവിടെ വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പുള്ളിയുടെ മകൻ, എൻ്റെ അനിയനുമുണ്ട്. വന്ന് എന്നെ എന്തോ ഒരു റിമോട്ട് കൺട്രോളിൽ
മാതാവ് നയിച്ചപ്പോൾ ഉടമ്പടി എന്താണെന്ന് പോലും അറിയാത്തൊരു മനുഷ്യൻ ഇവിടെ അന്യസംസ്ഥാനക്കാർക്കുള്ള ക്യൂവിൽ വന്ന് നിന്ന് ഉടമ്പടി ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഉടമ്പടി എടുത്തിട്ടാണ് അന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്. അന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അപ്പം നമ്മൾ തിന്മകൾ ത്യജിച്ച് ദുഷ്പ്രവൃത്തികളെ ത്യജിച്ച് ബാഡായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ മദ്യപാനവും സിഗരറ്റ് വലിയും എല്ലാം ഉള്ളത് കാരണം ഞാൻ പുറത്തിറങ്ങി ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിയൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു, എടാ ഇതിൽ സിഗരറ്റ് വലി ഞാൻ ടിക്ക് ചെയ്തായിരുന്നു, അത് കളയണം. പക്ഷേ ഇതിപ്പോൾ ഈ ആശുപത്രിയും ഹൈദരാബാദ് ആലപ്പുഴ ആശുപത്രി എന്ന് പറഞ്ഞ് ഓടി കിടക്കുന്ന ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഹൈദരാബാദ് പോയിട്ട് കളയാമല്ലേ എന്ന് ഇവൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ദൈവാനുഗ്രഹമുള്ള കുഞ്ഞാണ് അവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇതുപോലൊരു ധ്യാനത്തിൽ കൂടുമ്പോഴത്തേക്ക് കേട്ടിട്ടുള്ളതാണ്, നല്ലൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതും ദൈവത്തിൻ്റെ മുമ്പിൽ പറഞ്ഞൊരു കാര്യമാണെങ്കിൽ അത് പിന്നീടത്തേക്ക് എന്തിനാണ് വെക്കുന്നത്. എനിക്കറിയത്തില്ല എന്ത് കറണ്ടാണ് എന്ത് അനുഗ്രഹമാണ്, എനിക്കതിനെ കൃപയെന്ന് വിളിക്കാൻ തന്നെയാണ് ഇഷ്ടം. ആ സമയത്ത് എന്നെ ഒരു സ്വിച്ച് ഇട്ട പോലെ എനിക്കത് തോന്നുകയാണ്. ഞാൻ ആ 20s ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന എടുത്ത് ക്രഷ് ചെയ്ത് ആ മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ കളഞ്ഞതാണ്. ഇന്ന് വരെ ഇതിപ്പം 3 വർഷമായി. ഞാൻ ജനുവരി 2019 എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത്. ഇതുവരെ എനിക്കതിനോട് ഒരു ടെംപ്റ്റേഷനോ അത് തുടരണമെന്നോ ഒരു ബുദ്ധിമുട്ടോ തോന്നിയിട്ടില്ല. അതല്ല, അനുഭവം പറയാൻ ഇനി വരുന്നതേ ഉള്ളൂ. ഞാൻ ഈ എക്സ്പീരിയൻസും കഴിഞ്ഞ് എൻ്റെ മദറിൻ്റെ ആശുപത്രി കിടക്കയിലെത്തി, റൂമിൽ കയറി, ബെഡിലിരുന്നില്ല. ആ സമയത്ത് എൻ്റെ ജോലി വലിയൊരു പ്രശ്നത്തിലിരിക്കുകയായിരുന്നു. ഞാൻ കാർവിയിലാണ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും, നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണാൻ കാർവിയുടെ പ്രശ്നങ്ങൾ. സെബിയുമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ് വന്ന് എൻ്റെ പാരൻറ്റ് കമ്പനി വളരെ പ്രതിസന്ധികളിൽ വന്ന് 3-4 മാസമായിട്ട് ശമ്പളം വരാതെ, അന്ന് എൻ്റെ ഒരു കുഞ്ഞ് ഡൽഹിയിൽ പഠിക്കുന്നു, ഒരു കുഞ്ഞ് ഹൈദരാബാദ് പഠിക്കുന്നു, മദറിൻ്റെ ക്യാൻസറിൻ്റെ ചികിത്സ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് 8 വർഷമായിട്ട് നടക്കുമ്പം എനിക്കിപ്പോഴും കണക്കില്ല അതിന് പണമായിട്ട് ഇത്ര ചിലവായെന്നുള്ളത്. എനിക്ക് ഒരു രൂപവുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശമ്പളം കൂടെ ഇല്ലാതായി വട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയം. അങ്ങനെ ആ കട്ടിൽ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയി കയറി ഇരുന്ന സമയത്ത് എനിക്കൊരു കോള് വരികയാണ്. അതും 2003-2007 കാലഘട്ടത്തിൽ ഞാൻ റിലയൻസിൽ ജോലി എടുക്കുന്ന സമയത്ത് എൻ്റെ കൊളീഗായിരുന്നൊരു മനുഷ്യൻ, ഒരു ടച്ചും ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന അദ്ദേഹം വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എടാ ഇന്ന പോലെ ഇവിടെ ഒരു വൈസ് പ്രസിഡൻറ്റ് ഓപ്പറേഷൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ? ഞാൻ കുറച്ച് സമയമെടുത്ത് അവനോട് പ്രതികരിക്കാൻ, കാരണം എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്ത്. ഇത്ര പെട്ടെന്ന് ഇത്രയും വേഗത്തിൽ, അതും ഉടമ്പടി എടുത്ത് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് ഉണ്ടാവും, രോമോണിറ്റേക്കും. ആ കോള് പിറ്റേ ആഴ്ച ഞാൻ ഒറ്റ ദിവസം പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതും അതിൻ്റെയും കൃപ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കാശ് രൂപം മാത്രമാണ് എൻ്റെ കയ്യിൽ എൻ്റെ ആയുധമായിട്ടുള്ളത്. യാതൊരു പ്രിപ്പറേഷനോ യാതൊരു തയ്യാറെടുപ്പിനോ എനിക്കുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. മമ്മി ക്രിട്ടിക്കലായിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. കമ്പനിയിലാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ, പൈസയുടെ ഞെരുക്കം. ആ സിറ്റുവേഷനിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനുള്ള, അതും ഇൻ്റർവ്യൂ എടുക്കുന്ന 2 ലെവലുള്ള 2 പേരും ഗ്ലോബൽ രാക്ഷസന്മാരാണ്, കോർപ്പറേറ്റ് ജയൻസാണ്. ഞാൻ ഈ കാശ് രൂപം മാത്രം പിടിച്ചുകൊണ്ടാണ് എൻ്റെ ഇൻ്റർവ്യൂ ക്രോസ് ചെയ്യുന്നത്. എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ 45 മിനിറ്റ്സ്, രണ്ടാമത്തെ ഇൻ്റർവ്യൂ പിന്നെയും കുറേ കുശലങ്ങളും കൂടെ അതിൻ്റെ അകത്ത് കയറി അതൊരു 1 hour 15 മിനിറ്റ്സോളം അതെടുത്തു. ആ 2 ഇൻ്റർവ്യൂ അന്ന് ക്ലിയറായി. അന്ന് അവിടുത്തെ HR ആയിട്ട് പറയുകയാണ്, ഇന്ന് നീ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വാങ്ങിച്ചുകൊണ്ടും തിരിച്ച് പോയാൽ മതി, നിൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആവണേ ആയിക്കോട്ടെ. അന്ന് ഞാൻ ആ അപ്പോയിൻമെൻറ്റും വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ച് മദറിൻ്റെ അടുത്ത് വന്ന് ഞാൻ ആ ജോലി കിട്ടിയ വിവരം ഞാൻ അറിയിക്കുന്നത്. അതെൻ്റെ ആദ്യത്തെ എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവം. രണ്ടാമത് കിട്ടിയ ഒരു അനുഗ്രഹം, ഞങ്ങളിവിടെ നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ വൈഫിന് അസഹ്യമായ ബാക്ക് പെയിൻ. അതിവിടെ പ്രോവിഡൻസിൽ കൊണ്ടുപോയി സ്ലിപ്പ് ഡിസ്ക് ആണെന്ന് സ്കാൻ ചെയ്ത് ക്ലിയർ എക്സ്റേ എടുത്ത് സ്ഥിരീകരിച്ച് 5 ദിവസം അവർ ഫിസിയോതെറാപ്പി ചെയ്ത് അതിനുള്ള മെഡിസിൻസ് കഴിച്ച് അത് അന്നേരത്തേക്ക് പോയി. പിറ്റേ ദിവസം അത് റിലാപ്സ് ചെയ്തു. ആ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തൂത്ത് തുടയ്ക്കുന്നത് ഞാനാണ്, അവൾക്കത് ചെയ്യാൻ പറ്റില്ല അത്രയും. അപ്പം ഒരു കുടുംബസ്ഥരായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും അത്. ആ ഒരു അവസ്ഥയിൽ ഉള്ള വേദനയായിരുന്നു അവൾക്ക്. ലംബർ സപ്പോർട്ട് ബെൽറ്റ് അരയിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ കണ്ണ് നിറയും വേദന ഉണ്ട്. ആ വേദനയ്ക്ക് പുറമെ ഇത് എപ്പോഴും ഈ ബെൽറ്റ് ധരിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് അവളെ ആൾക്കാർ കളിയാക്കുക. ഏറ്റവും അടുത്ത് അവളോട്, ഞാനിപ്പം ആരെയും വ്യക്തിപരമായിട്ട് ഞാൻ മെൻഷൻ ചെയ്യത്തില്ല,
നിനക്ക് നിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഈ അരപ്പട്ട കിട്ടിയതെന്ന് ഒരു രീതിയിൽ അവൾ കരഞ്ഞു. ആ കരച്ചിൽ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ആ കരച്ചിൽ ഞാൻ എൻ്റെ അമ്മയുടെ കാലിലാണ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നീട് ഞങ്ങൾ മരുന്ന് യൂസ് ചെയ്തിട്ടില്ല. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഒരു വലിയ ഗ്ലാസ്സിൽ മാതാവിൻ്റെ ഉപ്പെടുത്ത് കലക്കി ഞാനും കുടിക്കും, അവൾക്കും കൊടുക്കും. വേദന സഹിക്കാൻ വയ്യാതാകുമ്പോഴത്തേക്ക് ആ ഉടമ്പടി തൈലമെടുത്ത് അവളുടെ നടുവിൽ ഞാൻ തടവി കൊടുക്കും. ആ വേദന എങ്ങനെ പോയെന്നോ എങ്ങനെ മാറിയെന്നോ എന്ന് മാറിയെന്നോ പോലുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കില്ല. അവൾ പൂർണ്ണ സൗഖ്യത്തോടെ കൂടെ ഇപ്പോൾ ഓടി നടപ്പുണ്ട്. ഞങ്ങൾ ഇനിയും വരും, കാരണം ഇനിയും ഒരുപാട് വലിയ കാര്യങ്ങൾ ഞാൻ മാതാവിൻ്റെ കാൽക്കൽ വെച്ചിരിക്കുന്നത് നടന്ന് ആ സാക്ഷ്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ എൻ്റെ കുടുംബം മൊത്തമായിട്ട് വരും. ഞങ്ങളുടെ കുടുംബത്തിന് ഈ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ ഇനിയൊരു ജീവിത മാർഗ്ഗമാണ്. ഇത് 1 പുതുക്കി 2 പുതുക്കി 3 പുതുക്കി നിർത്താനുള്ളൊരു കാര്യമായിട്ടല്ല ഇപ്പോൾ ഞങ്ങളുടെ ഈ അനുഭവം. ആ കൃപയിൽ ഞങ്ങൾക്ക് തുടർന്ന് പോകണം. ഇനിയൊരു ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒരെണ്ണം കൂടെ ചുരുക്കി പറയാം, കാരണം ഇനിയും ആൾക്കാർ പറയാനായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഒരു വിശദമായിട്ടുള്ള ഞാൻ പിന്നീട് വന്ന് നിങ്ങളോട് പങ്കുവെക്കാം. എൻ്റെ ഒരു നിയോഗം ആദ്യത്തെ ഉടമ്പടിയിൽ 2ലും 3ലും ഉള്ള നിയോഗമാണിത്. എൻ്റെ 2 കുഞ്ഞുങ്ങളുടെയും വിദ്യാഭ്യാസവും നല്ല രീതിയിൽ അത് തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ അതുങ്ങൾക്ക് കഴിയണമേ, അതുങ്ങൾക്ക് നല്ലൊരു കരിയർ കിട്ടണമേ എന്നുള്ളത്. എൻ്റെ കുഞ്ഞിന് അവൻ്റെ പ്രൊഫഷണൽ കോളേജ് അഡ്മിഷൻ്റെ സമയത്ത് വളരെ വലിയൊരു ചലഞ്ച് ഉണ്ടായി. അവന് മാത്സ് പോയി, CBSEയിൽ 6 സബ്ജക്റ്റ് എടുത്തിട്ടുള്ളവർക്കറിയാം, മാത്സ് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷണൽ കോളേജ് ഓപ്ഷൻസ് വളരെ ചുരുങ്ങും. അവൻ അഡീഷണൽ സബ്ജക്റ്റ് എടുത്തിരുന്ന കമ്പ്യൂട്ടർ സയൻസിൽ അവന് 84% ഉണ്ടായിരുന്നു. അത് ബേസ് ചെയ്ത് LPUവിൽ സ്കോളർഷിപ്പ് നെസ്റ്റ് എഴുതി. അവന് ഉയർന്ന മാർക്ക് 40% സ്കോളർഷിപ്പിലാണ് അവൻ MCAക്ക് ജോയിൻ ചെയ്ത് ഇപ്പോൾ MCAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജലന്ധറിൽ. ഇങ്ങനെ പിന്നെ എൻ്റെ മോളുടെ SSLC എക്സാമിന് അവൾക്ക് കിട്ടിയ കൃപ. ഓരോ പരീക്ഷ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവൾ എൻ്റെ ഉടമ്പടി കാശ് രൂപം കൊണ്ടിട്ടാണ് SSLC എക്സാം എഴുതാൻ പോകുന്നത്. വന്നു കഴിഞ്ഞിട്ട് ഇവൾ കുഞ്ഞ് പറയുന്നതാണ്, അപ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമുക്ക് ശകാരിച്ചൊന്നും പറയാനും പറ്റത്തില്ല പരീക്ഷയുടെ സമയത്ത്. ഇവിടെ വന്നിട്ട് പറയും, ഡാഡാ ഞാൻ 5 ക്വസ്റ്റ്യൻ വിട്ടു കേട്ടോ, 3 ക്വസ്റ്റ്യൻ എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഭാര്യ എടുത്ത് പറയും, ദൈവമേ ഇവൾ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഇവൾ പാസ്സാകുമോ എന്നുള്ള സംശയമാണല്ലോടി. അത് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് ടോപ്പ് 5 സബ്ജക്ട്സിന് 93.7%, എല്ലാ സബ്ജക്റ്റും കൂടെ കൂട്ടി മാത്സ് അടക്കം അവൾക്ക് 88.5% കിട്ടി. കുഞ്ഞ് അവൾക്ക് ആവശ്യമുണ്ടായിരുന്ന ഗ്രൂപ്പ് എടുത്ത് അതേ സ്കൂളിൽ ഇപ്പോൾ തുടർന്ന് പഠിക്കുന്നു. ഇനിയും ഉണ്ട് അനുഭവങ്ങൾ, പിന്നീട് ഒരിക്കലും ഞാൻ വന്നിട്ട് അത് പറയും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഈ കൃപ നിറച്ച് എൻ്റെ കുടുംബത്തിനെ കൺവേർട്ട് ചെയ്ത് ഞങ്ങളെ ഈ അനുഗ്രഹത്തിൽ നിലനിർത്തുന്ന പൊന്നുമാതാവിനും കർത്താവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ടും ഈ കുടുംബത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് നിർത്തി ആ കൃപയുടെ നിറവിലൂടെ നടിക്കുകയാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞു, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് കൃപാസനത്തിൽ വന്നത്. കൃപാസനത്തിൻ്റെ മണ്ണിൽ കാലുകുത്തിയത് ഒരിക്കലും അത് ഉടമ്പടി എടുക്കണമെന്നൊന്ന് ചിന്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നതല്ല. പക്ഷേ റിമോട്ട് കൺട്രോൾ പോലെ അമ്മ പെട്ടെന്ന് കൊണ്ടുവന്നു ഉടമ്പടിയെടുത്ത് തിരിച്ചു പോകുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ഉടമ്പടിയിൽ പറയുന്നൊരു കാര്യമാണ് ആത്മശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ മാറ്റാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങളെ, ദുശീലങ്ങളെ, അതിൻ്റെ പാപത്തിൻ്റെ മേഖലകളെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നോക്കണമെന്നുള്ളൊരു ഉപാധി നമുക്ക് നൽകുന്നുണ്ട്. ആ കാര്യം പ്രത്യേകമായിട്ട് തൻ്റെ ജീവിതത്തിൽ കുറേ നാളുകളായിട്ട് മാറ്റാൻ പറ്റാത്തതാണ് മദ്യപാനം, അതുപോലെ പുകവലി. ഇതൊന്നും മാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല. ഉടമ്പടിയെടുത്താൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ഉപേക്ഷിച്ചത് തനിക്കൊരിക്കലും പറ്റില്ലെന്ന് വിചാരിച്ചിരുന്ന ഈ പുകവലി തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ചെറുപ്പക്കാരി ഇദ്ദേഹം ഇവിടുന്ന് പോയത്. അതിനുശേഷം പരിശുദ്ധമ്മയുടെ കൂടെ ആയിരുന്നതുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കുവാനും ആ കൃപയിൽ നിറയാനുമുള്ള ഒരു പ്രയത്നമായിരുന്നു പിന്നീട് അങ്ങോട്ട്. അമ്മയുടെ ആ ഒരു പ്രത്യേകിച്ച് ആശുപത്രിയിൽ ആ ബെഡിൽ കിടക്കുമ്പോൾ തന്നെ പരിശുദ്ധമ ഈശോയും കൂടെ വന്ന ആദ്യത്തെ അടയാളം കാണിച്ചു. ഒന്ന് ഉപേക്ഷിച്ച് പോയ ജീവിത മേഖലകളിൽ തകർച്ചയുടെ ആ ഒരു തനിപ്പെടുന്ന നിമിഷത്തിൽ അമ്മയെ ഈശോ ആദ്യം തന്നെ ജോലിയുടെ മേഖലയാണ് ക്രമീകരിച്ചത്. ഇത്രയും നാളുകളായിട്ട് ഒരിക്കൽ പണ്ടെങ്ങോണ്ടോ പരിചയപ്പെട്ടൊരു വ്യക്തി, ആ വ്യക്തിയെ കൊണ്ട് പരിശുദ്ധി അമ്മ ഫോൺ വിളിപ്പിക്കുന്നു. അമ്മ ഉടനെ തന്നെ അതിന് അതിന് ആകപ്പാട് ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷനൊന്നും ഇല്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞിട്ട് കാശുരൂപം മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അവിടെ അമ്മ ഈശോയാണ് ഇടപെട്ടത്. അതേപോലെ ജോലി ലഭിക്കുന്നു, അന്ന് തന്നെ ജോലി ലഭിക്കുന്നു.
പിന്നീട് അതുപോലെ തന്നെ തുടർന്ന് ഭാര്യയ്ക്ക് വലിയ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ, പ്രത്യേകിച്ച് ഒരു നടുവേദനയ്ക്ക് ഭർത്താവാണ് കൂടുതലായിട്ട് പരിശുദ്ധമയെ പടുക്കെ പിടിച്ചുകൊണ്ട് ഭാര്യയെ ശുശ്രൂഷിക്കുന്നത്. അവിടെ ഈശോയുടെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് തൈലം, ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. റോമ 10:9 പറയുന്ന പ്രകാരം യേശുവിനെ കർത്താവായിട്ട് അതിനും കൊണ്ട് ഏറ്റുപറയുകയും അതുപോലെ തന്നെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു ദൈവം, സ്വർഗീയപിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുമെന്ന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസപ്രമാണം ചൊല്ലുന്നത്. ഈ 2 ഫോർമുല അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിശുദ്ധതയിൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരികയും അങ്ങനെ അതുവരെ വത്സകനമായ വേദനയാൽ നിലനിന്നിരുന്ന ഭാര്യയെ തുള്ളിച്ചാടി സന്തോഷത്തോടു കൂടി ആനന്ദത്തോടെ 4 ദിവസത്തോടെ തന്നെ രോഗം പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുകയും ചെയ്തു. മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിൽ അനുഗ്രഹം ഉണ്ടായി. ഇതെല്ലാം സാധ്യമാകുന്നത് ദൈവത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉടമ്പടി എടുത്ത് നീങ്ങുമ്പോഴാണ്. അനുഗ്രഹം പ്രാപിക്കുക എന്നതിനേക്കാൾ അപ്പുറമായി ഉടമ്പടിയിൽ കർത്താവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ, യോഹന്നാൻ 2:5 അവൻ പറയുന്നത് പോലെ ചെയ്യുക, കർത്താവ് പറയുന്ന പോലെ ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഈശോയുടെ അമ്മയുടെയും ശക്തമായ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ കുടുംബത്തിന് ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധമായ ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ത്രിത്വക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ